ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഒരു ടാറ്റ കാർ ഉള്ളവനാണെങ്കിൽ, എടുക്കാൻ പോകുന്നവരാണെങ്കിൽ, അവർക്കാണ് കൂടുതലായിട്ട് ഞാൻ മെസ്സേജ് ചെയ്യുന്നത്. എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കണം. കാരണം ഇത്രയും ലെങ്തി വീഡിയോ ഞാൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, ഇങ്ങനെ കൂടുതൽ ഒരു ലെങ്തി. പക്ഷേ എല്ലാം ഉൾക്കൊള്ളിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ലെങ്തി ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് ഇട്ടുണ്ടായി, യൂട്യൂബ് ഷോർട്ട്. അതിനകത്ത് ഞാൻ മറ്റൊരു കാറിൻ്റെ ഒരു അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടും. അതിൻ്റെ കുറേ വർഷത്തെ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെയാണ്. പുതിയ കാർ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും അത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് ആ ഒരു സംഭവത്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ അടുത്തുള്ള കാറുകൾ, ഞങ്ങൾ 2 കാറ് ഉപയോഗിക്കുന്നു. ഒന്ന് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്, ഒന്ന് ടാറ്റ നെക്സോൺ ആണ്. ടാറ്റ നെക്സോണിൻ്റെ 2019 ലാസ്റ്റാണ് ഞാൻ ആ കാർ വാങ്ങുന്നത്, ടാറ്റ നെക്സോൺ. മാരുതി സുസുക്കി ഇതൊരു സെക്കൻഡ് ഹാൻഡ് കാറായിരുന്നു, ബട്ട് സ്റ്റിൽ ഞങ്ങളത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡീസലാണ്. ഇത് 2014 മോഡലാണെന്ന് തോന്നുന്നു. മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2014 മറ്റേത് കുറച്ചുകൂടി പുതിയ 2019. അപ്പോൾ നിങ്ങൾ ടാറ്റ കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ്. ടാറ്റ കാറുകൾ നിങ്ങൾ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ടാറ്റയുടെ ഫ്ലീറ്റിലുള്ള കാറുകൾ എന്ന് പറയുന്നത് ഒരുപാട് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത് ഞാൻ വാങ്ങിയ നെക്സോൺ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് തൊട്ടാണ് ഈ ടാറ്റയുടെ ആ ഒരു തിയാഗോ ഇറങ്ങുന്നു, നെക്സോൺ ഇറങ്ങുന്നു. നെക്സോൺ ആണ് ആക്ച്വലി ടാറ്റനെ പിടിച്ചുയർത്തിയ ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സമയത്ത്. കാരണം ടാറ്റ അതുവരെ മികച്ച മോഡലുകളൊന്നും ഇല്ലാതെ ഒന്ന് തകർന്നു കിടക്കുന്ന ഒരു സമയത്ത് നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള മോഡൽ വരുന്നു, ബെസ്റ്റ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് വരുന്നു. അതിനുശേഷം നെക്സോണിലൂടെ ടാറ്റ മുന്നോട്ട് കയറി വരുന്നു. സോ ആ ഒരു സമയത്താണ് ഞാനും ഇറങ്ങി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നല്ല അഭിപ്രായങ്ങൾ ഇതൊക്കെ മാനിച്ചുകൊണ്ടാണ് ഞാനും ഒരു ടാറ്റ നെക്സോൺ എന്നുള്ള ഒരു കാറിലേക്ക് പോകുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി തന്നെയായിരുന്നു. 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള ഒരേ ഒരു കാറായിരുന്നു ആ ഒരു സമയത്ത് ടാറ്റ നെക്സോൺ. അതേപോലെ വേറൊരു കാര്യമാണ് വോക്കൽ ഫോർ ലോക്കൽ. അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള അഭിമാനം പൂരിതമാകേണ്ട ഒരു ബ്രാൻഡാണ് ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ അതുകൊണ്ട് ടാറ്റ എന്ന ബ്രാൻഡിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടും നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഒരു ബ്രാൻഡാണ് എന്നുള്ളത് കൊണ്ടും ഈ ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് ഒരു കാറ് വാങ്ങാനായി പോകാൻ ഞാൻ കൂടുതൽ ഫോഴ്സ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ മനസ്സ് അങ്ങനെയായിരുന്നു പറഞ്ഞല്ലോ, നമുക്ക് ഒരു സ്വന്തം ഹോം ഗ്രോൺ കാർ തന്നെ വാങ്ങാം, ഹോം ഗ്രോൺ കമ്പനിയുടെ ആ ഒരു കാർ തന്നെ വാങ്ങാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്തി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ഡിസിഷൻ, ഈ 2 കാരണങ്ങളായിരുന്നു എന്നെ ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടാറ്റ എന്ന ബ്രാൻഡിലേക്ക് അടുപ്പിച്ചത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എങ്ങനെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ എന്നെയും എൻ്റെ കാറിനെയും അതിലുള്ള എക്സ്പീരിയൻസിനെയും മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സോ ഇനീഷ്യലി തുടങ്ങട്ടെ. ടാറ്റ കാർ വാങ്ങി, നെക്സോൺ വാങ്ങി, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് ഞാൻ ടിയാഗോ ആയിരുന്നു ഫസ്റ്റ് പ്ലാൻ ചെയ്തത്, ടാറ്റയുടെ ടിയാഗോ. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നെക്സോൺ കണ്ടപ്പോൾ ഒരു പൂതി തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ നെക്സോൺ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് വളരെ ആയാസകരമായി അത് ഓടിക്കാൻ പറ്റി. അതിന് മുന്നേ എനിക്ക് അധികം കാർ ഓടിച്ച് അധികം പരിചയമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓടിക്കുന്നുള്ളതല്ലാതെ അത് അങ്ങനെ ഒരു എയിം ആയില്ല, കംപ്ലീറ്റ് ആയിട്ട് ഒരു കയ്യിലെത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ ടാറ്റ നെക്സോൺ ഓടിക്കുന്നു. നെക്സോൺ ഓടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് വളരെ ഹാൻഡി ആയിട്ട് ഫീൽ ചെയ്തു. ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് കേട്ടോ അത്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. എനിക്കത് വളരെ ഹാൻഡി ആയിട്ട് ഫീൽ ചെയ്തു നെക്സോൺ. അതിനുശേഷം നമുക്ക് നെക്സോണിലേക്ക് പോകാം. കുറച്ചൊരു സ്പേഷ്യസ് ആണ്, ഗുഡ് ലുക്കിംഗ് ആണ്, അതുപോലെ തന്നെ കൂടുതൽ എന്താ പറയുക, ഒരു SUV, കോമ്പാക്ട് SUV, sub 4 മീറ്റർ SUV ആ ഒരു ഗണത്തിലൊക്കെ ഉള്ളത് കാരണം എനിക്ക് എന്ത് തോന്നി, ടാറ്റ നെക്സോണിലേക്ക് പോകാമെന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ടാറ്റ നെക്സോൺ എടുത്തു. അപ്പോൾ ടാറ്റ നെക്സോൺ എടുത്ത് ആദ്യത്തെ സർവീസ് ഉണ്ടല്ലോ, അപ്പോൾ ആദ്യത്തെ സർവീസ് എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് എനിക്കൊന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട്, അതിന് മുന്നേ സർവീസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആദ്യത്തെ സർവീസ് തന്നെ ഞാൻ കണ്ട ഒരു കാര്യമായിരുന്നു എൻ്റെ ബോഡിയുടെ, അതായത് ടാറ്റയുടെ ബോഡിയുടെ ഈ ഹാൻഡിൽ എടുക്കുന്ന, ഞാൻ ഈ പറയുന്ന കാര്യം പലർക്കും അറിയാമല്ലോ, ടാറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടാറ്റയുടെ ബോഡീൻ്റെ മുകളിൽ, അതായത് പെയിന്റ്, അതായത് നമ്മുടെ ഈ ഹാൻഡിൽ പിടിക്കുന്നതിൻ്റെ അറ്റത്തേക്ക് കുറച്ച് പെയിന്റ് പൊള്ളച്ച് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അത്ര വിസിബിൾ ആയിരുന്നില്ല, എന്നാലും എനിക്ക് ഏകദേശം ഈ സൈഡും ഡ്രൈവർ സൈഡും പിന്നെ പാസഞ്ചർ ബാക്കിലൊക്കെ ആ ഒരു 3 സൈഡിൽ, ഏകദേശം 4 ഒരു സൈഡിൽ വന്നിട്ടില്ല, 3 സൈഡിൽ ചെറുതായിട്ട് പൊന്തി വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാനിത് ഫസ്റ്റ് സർവീസിൽ അവരെ ബോധിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, വി ഹാവ് സീൻ ദിസ്,
ഞങ്ങൾ പല കാറുകളിലും ഈ സംഭവം കണ്ടിട്ടുണ്ട്. ടാറ്റയുടെ നെക്സോണിൽ പ്രത്യേകിച്ച് നെക്സോണിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നോക്കണ്ട, പെയിന്റ് വാറണ്ടിയിൽ നമുക്ക് അടുത്തതോ അതിൻ്റെ അടുത്തതോ സർവീസിൽ അല്ലെങ്കിൽ ഏകദേശം അതൊരു ഇതിലെത്തിയതിന് ശേഷം ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിലെത്തിയതിന് ശേഷം നമുക്കിത് ചെയ്യാം, അതായത് റീപെയിന്റ് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം റീപെയിന്റ് നിങ്ങൾക്ക് അറിയാം, അത് മാത്രം അങ്ങനെ ചുരണ്ടിക്കളഞ്ഞ് മറ്റേ വെച്ചടിക്കുന്ന പരിപാടി നടക്കില്ല. ഡോർ മൊത്തം ഒരു പക്ഷേ പെയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയാണ് അവരെന്നോട് ഇൻഫോം ചെയ്തത്. അങ്ങനെ ആ ഒരു ഇഷ്യൂ അവിടെ ഒന്ന് സെറ്റിൽ ചെയ്തു. അതിനുശേഷം എനിക്ക് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനീഷ്യലി. ഓക്കെ, കാറിന്റെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഓക്കെ. ഇനീഷ്യൽ സർവീസുകളും എല്ലാം തന്നെ ഞാൻ പറയുന്ന എനിക്ക് ഇഷ്യൂസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഒരു ഇഷ്യൂ വന്നു. ആ ഇഷ്യൂ പിന്നെ എന്താ പറയുക, മീറ്റർ കൺസോൾ, അതായത് പിന്നെ നമ്മുടെ ഫുൾ കൺസോളിന്റെ RPM മീറ്റർ വർക്ക് ആകാത്തൊരു ഇഷ്യൂ വന്നു. അത് കാർ ഏകദേശം അവിടെ ഇട്ടു, അവിടെ തൊട്ട് തുടങ്ങി ചെറിയ പ്രശ്നങ്ങൾ. അതായത് ഏകദേശം 5-6 ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഈ കാറ് ലഭിച്ചത്. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. 6-7 ദിവസത്തോളം എനിക്ക് വണ്ടി അവിടെ വെക്കേണ്ടി വന്നു, യാർഡിൽ വെക്കേണ്ടി വന്നു. അതിനുശേഷം ഈ സാധനം കാറ് കിട്ടി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഡെലിവറി എടുക്കാൻ പോയ സമയത്ത് ഞാൻ നോക്കി മനസ്സിലാക്കി എല്ലാം ഓക്കെയാണ്. അതേസമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തോടു കൂടി എനിക്ക് എന്താ പറയാ, എനിക്കൊന്ന് ഏകദേശം 1 വർഷം ആകുമ്പോഴായിരുന്നു തോന്നി ഈ സംഭവം, ഈ ഒരു പ്രശ്നം വന്നത്. ഓക്കെ, അത് മാറ്റി കിട്ടി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ആ സമയത്ത് മാർക്കറ്റിലുള്ള കാറുകളെ പറ്റി ആലോചിക്കുമ്പോൾ മാരുതി ആയിക്കോട്ടെ, അതുപോലെ മറ്റുള്ള ബ്രാൻഡുകളായിക്കോട്ടെ, ഈ സേഫ്റ്റിക്ക് ഒരു പ്രാധാന്യം നൽകാത്ത രീതിയിലുള്ള കാറുകളായിരുന്നു മിക്കതും വന്നുകൊണ്ടിരുന്നത്. ഈവൻ ഹ്യുണ്ടായി ആയിക്കോട്ടെ, ഏറ്റവും ബെസ്റ്റ് സെല്ലേഴ്സ് ആയിരുന്നല്ലോ. മാരുതി ഫസ്റ്റ്, ഹ്യുണ്ടായി സെക്കൻഡ്, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈവൻ മഹീന്ദ്രയുടെ കാറുകൾ പോലും ആ സമയത്ത് പല കാറുകൾക്കും സേഫ്റ്റിയിൽ വളരെയധികം, സ്കോർപിയോ ഒക്കെ നിങ്ങൾക്കറിയാം, വളരെയധികം കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. സോ ടാറ്റ ആ ഒരു കാര്യത്തിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു, വളരെ ബെസ്റ്റാണ്, ആ കണ്ടീഷനിലൊക്കെ ആയിരുന്നു സംഭവം. അതിനുശേഷം 1 വർഷത്തിന് ശേഷം ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, കാറ് ഡ്രൈവിംഗ് വൈസ് അതുപോലെ ബാക്കിയുള്ള ഹാൻഡ്ലിംഗ് വൈസ് എല്ലാം പെർഫെക്റ്റ് ആണ്. എന്നാൽ ഈ സംഭവം ഒരു വാങ്ങുന്ന സമയത്തുള്ള ആ ഒരു ക്വാളിറ്റി ടാറ്റയുടെ കാറുകളിൽ വളരെയധികം താഴോട്ട് പോകുന്നതായിട്ടാണ് പിന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സർവീസ് സെന്ററിൽ പോകുമ്പോൾ ഒരു കാരണവശാലും ടാറ്റ സർവീസ് സെന്ററിലെ സർവീസ് എഞ്ചിനീയേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾ ടാറ്റ കാറിന്റെ ഉടമസ്ഥരാണെങ്കിൽ, അഥവാ ഉടമസ്ഥരാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾ കാറിനെ കുറിച്ച് കുറച്ച് പഠിച്ചിരിക്കേണ്ടത് വളരെ 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 അത്യാവശ്യമാണ്. മറ്റു എങ്ങനെയായാലും കാറിനെ കുറിച്ചൊരു നോളജ് വേണമെന്നുള്ളത് ശരി തന്നെ. പക്ഷേ ടാറ്റ കാറാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾ പല കമ്പണൻസിൽ നിങ്ങൾക്കൊരു അവബോധം, അല്ലെങ്കിൽ എന്താണ് അത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു നോയ്സ് ഫീൽ ചെയ്യാണ്, അത് എന്തുകൊണ്ടായിരിക്കും വന്നത് എന്നുള്ളത് ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. എവിടെ നിന്നാണ് വന്നതെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ കാറ് ഒരുപക്ഷെ സർവീസ് സെന്ററിൽ ഒരു കംപ്ലൈന്റിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും നിങ്ങൾ സർവീസ് സെന്ററിലെ ആൾക്കാരെ വിശ്വസിക്കരുത്. കാരണം ഒരു നല്ലൊരു എക്സ്പേർട്ടായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, സർവീസ് സെന്റർ നിങ്ങളോട് പറയും ഇന്ന ഇഷ്യൂന് എന്ത് ചെയ്യണം, അത് ചെയ്യണം, അതാക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അയാൾ പറയും കാറ് എന്ത് ചെയ്യണം, ആക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് രണ്ടല്ല പല ഇൻസ്റ്റൻസുകൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഫസ്റ്റ്, ആദ്യം വന്നത് എൻ്റെ കാറിന് ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു പ്രശ്നമായിരുന്നു നോയ്സ്. അതായത് ഇന്റീരിയറിൽ നോയ്സ് വന്നു തുടങ്ങി. നോയ്സ് വരുന്നതെന്ന് വെച്ചാൽ സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ നമുക്ക് ആ ഒരു കോഫി ഫീൽ ഉണ്ടല്ലോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഒക്കെ. അവിടുന്ന് എന്താ പറയുക, ഒന്ന് ഗട്ടർ ചാടുമ്പോൾ ചെറിയൊരു സൗണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരും, ഗട്ടർ ചാടുമ്പോൾ ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരും. അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഞാനിത് ഇന്റേണൽ നോയ്സ് എന്ന് തന്നെ പറഞ്ഞിട്ട് സർവീസ് സെന്ററിൽ കാണിച്ചു. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ കാറിൽ വാങ്ങിയ അന്ന് മുതൽ ഉള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതായത് ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്നായിട്ട്, ബാക്ക് സൈഡിൽ നിന്നായിട്ട് നമ്മൾ വണ്ടി ഇങ്ങനെ പോയി എപ്പോഴും അത് വരില്ല. അതായത് ചില സമയത്ത് ഡിക്കി പൊന്തിച്ച് അടയ്ക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് സമയത്തേക്ക് അത്. എന്നാൽ വേറൊരു ദിവസം നമ്മൾ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് കിട്ടാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ, ഒരു സൗണ്ട് വരും പുറകു വശത്തുനിന്ന്. അപ്പൊ ഞാനിത് ഫസ്റ്റ് സർവീസ് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞാൽ ശരിയാക്കി എല്ലാം നോക്കിയിട്ടുണ്ടെന്നാണ്. സെക്കൻഡ് സർവീസിലും അങ്ങനെ ഓരോ സർവീസിലും ഞാൻ ഈ കാര്യം അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ കാറ് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. ആ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു സർവീസിലും ഈ ഒരു ഇഷ്യൂ, ഈ റാറ്റ്ലിംഗ് നോയ്സ് അവർ ശരിയാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ ഇഷ്യൂ ശരിയാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ സൗണ്ട് കാറിന് പല സമയത്തും വരാറുണ്ട്. അതിനൊരു ഉത്തരം പോലും അവർക്കില്ല. എന്തുകൊണ്ടാണ് ഇത്? ഒരു സമയത്ത് കിട്ടിയ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാ കാറുകളും പല നെക്സോണുകളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നോ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല.
വേറൊരു സംഭവം ഇതിനകത്തുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഒരു ദിവസം ഞാൻ ഇത് ബാംഗ്ലൂർ കൊണ്ടുപോയി. ബാംഗ്ലൂർ കൊണ്ടുപോയ സമയത്ത് അവിടെ ഒരു പ്രാവശ്യം എനിക്ക് കാറ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരവസ്ഥയിലാണ് കിട്ടുക. അപ്പോഴത്തേക്ക് ഇഷ്യൂസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അതായത് അവിടെ ഇഷ്യൂ ഇത് മറ്റേ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവന്മാർ ചെയ്യും. ഓക്കെ, അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് ചെയ്യിക്കുന്നുണ്ട് എല്ലാ സമയത്തും. ഇവർ പൈസയൊക്കെ വാങ്ങുന്നുണ്ട്, എല്ലാം ഓക്കെ. അങ്ങനെ ഞാൻ ഒരിക്കലും സർവീസ് സെന്ററുകളുടെ പേര് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സർവീസ് സെന്ററുകളുടെ പേര് പറഞ്ഞൊരു കാര്യം, കാരണം ഞാൻ ഏകദേശം 1, 2, 3, 4, 5ഓളം സർവീസ് സെന്ററുകളിൽ നിന്ന്, വ്യത്യസ്തമായ 5ഓളം സർവീസ് സെന്ററുകളിൽ നിന്ന് ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ശരിയാകുമോ എന്ന് ആലോചിച്ചുകൊണ്ട്. ടാറ്റയുടെ സർവീസ് എന്ന് പറയുന്നത് തലവേദന പിടിച്ച ഒരു സംഭവമാണ്. അപ്പോൾ തലവേദന പിടിച്ചെന്ന് വെച്ചാൽ വളരെയധികം തലവേദന പിടിച്ച, നിങ്ങളുടെ കാർ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ യു ആർ സേഫ്. എന്നാൽ നിങ്ങളുടെ കാറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അത് ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് സോൾവ്. കാരണം ഒരു കാരണവശാലും അവർക്കത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റില്ല, ഇതുവരെ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കാർ വാങ്ങിയിരുന്നു, ഒരു ടാറ്റ സഫാരി. അവൻ കാറ് വാങ്ങിയ ഫുൾ ഓപ്ഷൻ കാറ് വാങ്ങി 3ാമത്തെ മാസം അവൻ്റെ പാർക്കിംഗ് ബ്രേക്ക് ഇലക്ട്രിക് ആണല്ലോ. അപ്പോൾ അതിനൊരു ഇഷ്യൂ വന്നു. കാരണം റണ്ണിങ്ങിൽ നോക്കുന്ന സമയത്ത് പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ്ഡ് ആവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അവർക്ക് പല മാറ്റി, വയറിങ് മാറ്റി, അറ്റ് ലാസ്റ്റ് പാർക്കിങ്ങിന്റെ മറ്റേ ബ്രേക്ക് സിസ്റ്റം മുഴുവനായിട്ട് മാറ്റി, പല കാര്യങ്ങളും മാറ്റി. ടാറ്റയുടെ ഏതോ ഒരു പ്ലാന്റിൽ നിന്ന് ഇതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അയാൾ വന്നു, അയാൾ നോക്കി, ആർക്കും ഈ കംപ്ലൈന്റ് ശരിയാക്കാനല്ല. അവൻ അവസാനം ബോധ്യമുട്ടി സഫാരി വിൽക്കുകയാണ് ഉണ്ടായത്. കാരണം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണല്ലോ. എന്നിട്ട് അവൻ, എനിക്ക് തോന്നുന്നു അതിനുശേഷം അവൻ താറെടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ബാംഗ്ലൂരുള്ള സമയത്ത് ഞാനൊരു സർവീസ് സെന്ററിൽ കൊടുത്തപ്പോൾ അവരെന്നോട്, ഞാനൊരു കാര്യം ഒബ്സർവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഒരു സൈഡിൽ നിന്ന് വണ്ടി റണ്ണ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, വണ്ടി ഇങ്ങനെ റൺ ചെയ്യാൻ നമുക്ക് സ്റ്റിയറിംഗ് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഇടത്ത് വശത്തേക്ക് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഞാനിത് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം നോട്ട് ചെയ്തെന്ന് വെച്ചാൽ, എൻ്റെ വലത്ത് വശത്തെ ടയറിന് മുൻഭാഗത്തുള്ള ടയറിന് ഒരു സൈഡിൽ അത് ഉൾഭാഗത്തേക്ക് മാത്രം എന്ത് ചെയ്യാം, ഒരു കുറച്ച് തേയ്മാനം കൂടുതലായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അവർ ഒരു പ്രശ്നമില്ല, ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞു സർവീസ് ചെയ്ത് തന്നു. പിന്നെ ഞാനൊരു തവണ സർവീസിന് കൊണ്ടുപോയപ്പോൾ എനിക്ക് ഒരു മൈനർ സർവീസ്. അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങനെ പറഞ്ഞാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, അത് ഒരു ഇഷ്യൂ ഇല്ല, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സർവീസിന് കൊടുത്ത് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുന്നത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഒരു പ്രശ്നമുണ്ട്, ഇത് സസ്പെൻഷന്റെ ഭാഗങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് 3 കൊല്ലം ആയപ്പോഴാണ്, 3 കൊല്ലം കഴിഞ്ഞപ്പോഴായിരുന്നു തോന്നുന്നു ഈ ഒരു സംഭവം ഞാൻ കണ്ടെത്തിയത്. ഓക്കെ, സസ്പെൻഷന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു പക്ഷേ സസ്പെൻഷൻ റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, എത്രയാവും പൈസ എന്ന് ചോദിച്ചപ്പോൾ അവരാണ്, ഇത്ര പൈസയോ അങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം, ഏകദേശം സസ്പെൻഷൻ റീപ്ലേസ് ചെയ്യേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി നോക്കൂ, ഓക്കെ എന്താ വെച്ചാൽ പറയൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, സസ്പെൻഷൻ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമല്ല, കാരണം പൈസേൻ്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ളതാണ് വണ്ടിക്ക്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ സാർ, ശരി ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. വൈകുന്നേരമായി, സസ്പെൻഷനെ പറ്റിയോ ഒന്നിനെ പറ്റിയോ ഒരു സംസാരമില്ല. വൈകുന്നേരമായി ഞാൻ ചോദിച്ചു, സസ്പെൻഷൻ ചേഞ്ച് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സാർ, സസ്പെൻഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇഷ്യൂ അതൊന്നും അല്ലായിരുന്നു, ഞങ്ങളത് സസ്പെൻഷൻ ചെറിയ അലൈൻമെന്റ് ഇതാണ്, അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവരത് ഒഴിവാക്കി. ഞാൻ തിരിച്ചു പോന്നു. ഞാൻ ഇവരെ വിശ്വസിച്ച് തിരിച്ചു പോന്നു. കാരണം വീണ്ടും ഞാൻ ഒബ്സർവ് ചെയ്തു ഈ സെയിം ഇഷ്യൂ. അതായത് ടയർ റൊട്ടേറ്റ് ചെയ്തിട്ട സമയത്തും ആ ടയറിനും ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതായിട്ട്, അതായത് ഒരു സൈഡ് തേയുന്നതായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തു. അതുപോലെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെയിം സർവീസ് സെന്ററിൽ തന്നെ എനിക്ക് ഉണ്ടായ ഒരു പ്രശ്നം, കാർ വാഷ് ചെയ്തിട്ടാണല്ലോ തരിക. ഒരു ദിവസം വൈകുന്നേരം നോക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തതിനെക്കാട്ടും മോശപ്പെട്ട അവസ്ഥയിൽ എനിക്ക് കാർ കിട്ടിയത്. എല്ലാം കൂടി എന്താ പറയുക, ഗ്രീസൊക്കെ വാരി തേച്ച് തന്നെ എങ്ങനെ ഉണ്ടാവും, അതുപോലെ എന്നിട്ട് ആ ഒരു കറ പിടിച്ച പോലെ പാടുകളൊക്കെ ആയിട്ട് ഒരുമാതിരി വൃത്തിയില്ല. അപ്പം ഞാൻ ചോദിച്ചത്, കാർ നിങ്ങൾ വാഷ് ചെയ്തിട്ടില്ലേ? പറഞ്ഞു, സാർ കർണാടകയിൽ ഇപ്പോൾ വെള്ളം ഉപയോഗിക്കരുതെന്നുള്ളൊരു നിയന്ത്രണം, അതുകൊണ്ട് പിന്നെ വാട്ടർ ഇല്ലാതെയാണ് വാഷ് ചെയ്യേണ്ടത്, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വേറെ രീതിയിലാണ് വാഷ് ചെയ്തത്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, വെള്ളം വേണ്ട, എടുത്ത് തുടച്ചാൽ പോലും ഇതിലും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചു, ഇത് വളരെ മോശമായിപ്പോയി, നിങ്ങൾ കാറ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണോ വാഷ് ചെയ്യുക? അതല്ല സാർ, പുതിയ ടൈപ്പ് ഓഫ് 3Mന്റെ എന്തോ ഒരു ആ രീതിയിലാണ് അവർ വാഷ് ചെയ്യുന്നത്, ഇങ്ങനെയാണോ, ഈ ക്വാളിറ്റിയിലാണോ ഒരു വാഷിംഗ് നടത്തുക, ഈവൻ വിത്തൗട്ട് വാട്ടർ? അത് എനിക്ക് എങ്ങനെയാണെന്നുള്ള അറിയില്ല. അവർ ചെയ്ത വാഷിംഗ് പറ്റായിരുന്നു. പോരാത്തതിന് ഇന്റീരിയറിലൊക്കെ പിന്നെ എന്താ പറയാ, ഈ സാധനങ്ങളൊക്കെ മറ്റേ ഒരു ഗ്ലേസിങ്ങിന് സാധനം ലഭിക്കണം, അതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വാരി തേച്ച പോലെ ഒരു വൃത്തിയില്ലാതെ ചെയ്തു തന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ വളരെ അപ്സെറ്റായി. അന്ന് ഞാൻ പോയി. പക്ഷേ അതിനുശേഷമാണ് ഞാൻ ഒബ്സർവ് ചെയ്തത്, നമ്മുടെ AC വെന്റിന്റെ ഭാഗത്ത്
ഒരു സംഭവം. അത് ഞാനിങ്ങനെ AC അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ പൊട്ടിങ് പോകുന്നു. ആ പൊട്ടി പോരുകയല്ല ഇത്, അത് പോന്നു. ഞാൻ ഇതാക്കിയപ്പോൾ ഇങ്ങ് പോകുന്നു. കൈ ഇങ്ങനെയൊക്കെ സ്ലൈഡ് ചെയ്ത് പിന്നെ കൂടെ തന്നെ പോകുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് സർവീസ് സെന്റർ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതായത് ഇങ്ങനെ ഒരു AC വെന്റിന്റെ സാധനം പൊട്ടിയിട്ടാണുള്ളത്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. അവർ പറഞ്ഞു സാർ ഒന്നുകൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ എൻ്റെ പെട്രോൾ പോകുന്നുണ്ട്, നന്നാക്കുക, കംപ്ലൈന്റ് വരിക, പിന്നെയും കൊണ്ടുപോവുക, പെട്രോൾ പോവുക, പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അവിടെ പോയി ഓയിൽ എന്ത് ചെയ്തു, അന്ന് തന്നെ ഫുള്ള് എന്തൊക്കെയോ ആക്കി പാർട്ട് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ ഒരു ദിവസം പാർട്ട് ഓർഡർ ചെയ്ത് വന്നു എന്ന് പറഞ്ഞു. ഞാൻ പോയി സാധനം മാറ്റിക്കൊണ്ടുവന്ന് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറ്റി തന്നിക്ക്. ഓക്കെ, അത് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതുപോലെ സ്റ്റിയറിങ്ങിന്റെ സ്റ്റിഫ്നെസ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3 ഇയേഴ്സിന് ശേഷം, ഏകദേശം 4th ഇയർ ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞു സ്റ്റിയറിങ് കുറച്ച് സ്റ്റിഫാണല്ലോ, പണ്ടത്തെ പോലെ ഒരു സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് എന്താണെന്നുള്ള മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇന്റേണൽ നോയ്സിനെ പറ്റി ഒരു തവണ പറഞ്ഞപ്പോൾ അവര് ഞങ്ങളെല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. ഞാൻ നോക്കുമ്പോൾ മുന്നിലും സൈഡിലും പിന്നെ മുന്നിൽ നമ്മുടെ ഡാഷ്ബോർഡില്ലേ അതിന്റെ അവിടെയൊക്കെ കുറെ സ്പോഞ്ചൊക്കെ ഇങ്ങനെ പൊന്തിക്കുക. സ്പോഞ്ച് അവിടെ മറ്റേ വൈപ്പറൊക്കെ നിൽക്കുന്ന അതിന്റെ ഭാഗത്തേക്കില്ല, അവിടെ കുറെ സ്പോഞ്ച്, പിന്നെ ഡോറിന്റെ ചില ഭാഗങ്ങളിൽ അവിടെ സ്പോഞ്ച്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ കാറിന്റെ നടുക്ക് ഒരു കൺസോൾ പോലെ ഒരു സംഭവമുണ്ട്. അതൊക്കെ ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസിലെങ്ങാൻ പറ്റി കേട്ടോ. അത് അവർ പിടിച്ച് വലിച്ച് പൊട്ടിച്ച് ലേശം ഇങ്ങനെ വിട്ടേക്കും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ അത് റെഡി ആകുന്നില്ല എന്നാ പറഞ്ഞതിനോട്. അതുപോലെ നടുക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. ഓട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആടെ ഒരു ക്യാപ്പ് ഇട്ട് ഫില്ല് ചെയ്യാം. ആ ക്യാപ്പ് വരെ സർവീസ് സെന്ററിൽ എന്തോ ചെയ്ത സമയത്ത് സാധനം കിട്ടിയില്ല, അത് പോയി. അങ്ങനെ അത് ഇവരോട് ചോദിച്ചിട്ട് പറഞ്ഞു സാർ അതിന് ക്യാപ്പ് കിട്ടൂല. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം എന്റെ കീ അറിയാണ്ടൊന്ന് വെച്ചു എവിടേക്ക്, നേരെ പോയി ഉള്ളിലേക്ക്. അവസാനം അത് എടുത്ത കഥ അത് പറയാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ എനിക്കൊരു നമ്മളെ ഈ ബൂഡ്മോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഞാൻ ഈ സാധനം നോക്കി ക്യാപ്പ് കിട്ടുമെന്നുള്ളത്. എനിക്കത് ക്യാപ്പ് ആടുന്ന് കിട്ടി. എത്രയാ ചില്ലറ പൈസയും കണ്ടേ ഉള്ളൂ. അത് വാങ്ങി ഞാൻ ചെയ്തു. അങ്ങനെ ഞാൻ ആ പ്രശ്നം സ്വയം സോൾവ് ചെയ്തു. ടാറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല, ടാറ്റയ്ക്ക് സാധനം കിട്ടൂലെന്ന് എന്നോട് പറഞ്ഞു സർവീസ് സെന്ററിൽ നിന്ന്. ഓക്കെ, അത് അങ്ങനെ ഒരു കഥ. അങ്ങനെ ഈ ഒരു വർഷങ്ങൾ കഴിയും തോറും ഇഷ്യൂസ് പല വിധത്തിൽ കൂടി വന്നു കേട്ടാ. എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു റാറ്റ്ലിംഗ് നോയ്സ് വന്നു. അത് ഞാൻ അവരെ കൊണ്ട് പറഞ്ഞ് എങ്ങനെയൊക്കെയോ അത് ശരിയാക്കിയെടുത്ത്. ഇതൊക്കെ സാറേ ഞാൻ ഫുള്ള് പറയുന്നില്ല നിങ്ങളോട്. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാല് പെട്രോൾ സ്മെല്ല് വരിക, ഭയങ്കരമായിട്ട് പെട്രോൾ സ്മെല്ല് വരിക. ഒരു സർവീസിന് ശേഷമാണ് ഈ സംഭവിച്ചത്. അത് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സംഭവം വന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇവരോട്, ഇങ്ങനെ ഒരു പെട്രോളിന്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ, വണ്ടി നിർത്തിയിടും ഭയങ്കര ഒരു പെട്രോളിന്റെ സ്മെല്ല്. അപ്പൊ ഇവരറിന് ഒന്ന് സർവീസ് സെന്റർ വീണ്ടും പെട്രോൾ കത്തിക്കാന്ന്, ബാംഗ്ലൂരൊക്കെ ഒന്ന് പോയി വരുമ്പോൾ എത്ര പൈസ കത്തുന്നുള്ള നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ വന്നു, അവർ പറഞ്ഞു ഒരു പ്രശ്നമല്ല സാർ എന്നാണ് എന്നോട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, സർവീസ് സെന്റർ എന്ന് പറയാന്നല്ലോ, എനിക്ക് പുറത്ത് കൊടുക്കാൻ പറ്റൂലേ സർവീസിന് ഒരു കാര്യം, കാരണം ഞാൻ എക്സ്റ്റൻഡ് വാറന്റിയിലാണ്, പുറത്ത് കൊടുത്ത എൻ്റെ ഊപ്പാട് തെറിക്കും. അങ്ങനെ ഞാൻ ആ വണ്ടിയെ ഓടിച്ച് പെട്രോളിന്റെ മണത്തോടു കൂടി വഴിയരികിൽ റെസ്റ്റോറന്റിൽ നിർത്തി വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ പെട്രോളിന്റെ സ്മെല്ല് നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നാട്ടിലെത്തി, വിത്ത് ഫാമിലി ആയിട്ടാണ് വന്ന്, ഭാര്യയും മോളും അയച്ച്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ പെട്രോളിന്റെ സംഭവമാണ് സ്മെല്ല്, വീട്ടിൽ നിർത്തുമ്പോൾ ഒക്കെ ഈ സ്മെല്ലാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഫാമിലി ആയിട്ട് പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അതായത് നാട്ടിലെത്തിയതിന് ശേഷം ഫാമിലി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ ഈ പെട്രോളിന്റെ സ്മെല്ല് അപ്പോഴും ഉണ്ട്. ആ ഒരു നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചാലിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴിക്കും. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ എണ്ണ പോയിക്കൊണ്ടിരിക്കുക. സോ വേറെ ഏതാ വണ്ടിയിൽ നിന്നായിരിക്കും. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ വണ്ടി ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാറിൻ്റെ അടിയിൽ നിന്നാണ് ഈ സാധനം പോകുന്നത്. ഞാൻ നോക്കുമ്പോൾ എന്താ, പെട്രോൾ ലീക്കാവുകയാണ് കാറിൻ്റെ ഉള്ളിൽ നിന്ന്. ഓക്കെ, സർവീസ് സെന്ററുകൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ സംഭവം പെട്ടെന്ന് സർവീസ് സെന്ററിൽ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു മഴ ഉള്ളപ്പോൾ അങ്ങനെയാണ് എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയത്, അതായത് അടി കൂടെ അങ്ങനെ പെട്രോൾ ലീക്കായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ സാർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കാറ് സർവീസ് സെന്ററിൽ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വടകര ഭാഗത്തേക്കാണുള്ളത്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും വളരെ മെല്ലെ വണ്ടി ഓടിച്ചുകൊണ്ട് മാക്സിമം ഓടിക്കാതിരിക്കുകയാണ് നല്ലത്, വേണമെങ്കിൽ ഞങ്ങൾ പിക്കപ്പ് അറേഞ്ച് ചെയ്യാം. ഞാൻ പറഞ്ഞേ പിക്കപ്പ് ഒന്നും നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ട, ഞാനിത് ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചു വന്നാൽ നിങ്ങളെ ടാറ്റയുടെ ഓതറൈസ് സർവീസ് സെന്ററിൽ നിന്ന് ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞിട്ട് തന്ന ഈ സാധനം എനിക്ക് അവിടെ തൊട്ട് ഇവിടം വരെ വരാൻ ഒരു 40 കിലോമീറ്റർ ഓടിക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലാതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പിക്കപ്പ് ഒക്കെ അറേഞ്ച് ചെയ്ത് എൻ്റെ ഫാമിലിനെ കൊണ്ട് ഇരിക്കുകയല്ലേ, എന്ത് വഴിയാധാരമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ, നല്ല മഴയുള്ള ഒരു ദിവസവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇവരെ നേരെ വീട്ടിലാക്കി നേരെ വണ്ടിയും കൊണ്ട് ഞാൻ കോഴിക്കോട് പോയി അവിടെയുള്ള ഒരു പ്രമുഖ സർവീസ് സെന്ററിൽ ഞാനിത് കൊടുക്കുന്നു. അവർ പറഞ്ഞു സാധനം വരണം, ഫ്യൂവൽ പമ്പ് മറ്റേ
ഫ്യൂവൽ ഹോസ് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് സാധനം വരണം, ഇത്ര ദിവസം എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി എന്താ ചെയ്യണ്ടേ? വണ്ടി ഓടിക്കാനേ പാടില്ല എന്ന് പറഞ്ഞോട്. വണ്ടി അങ്ങനെ യാർഡിലിട്ടു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, 4 ദിവസം കഴിഞ്ഞ്, 5 ദിവസം കഴിഞ്ഞിട്ട് സാധനമല്ല. ഞാൻ അവരെ വിളിച്ചു വെച്ച്. ഞാൻ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ എനിക്ക് വണ്ടി തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് സാധനം തരാൻ പറ്റും. അവർ തന്നില്ല. അവരെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 ദിവസത്തോളം കാറ് സർവീസ് സെൻ്ററിൽ ഇട്ടതിന് ശേഷം അവരെനിക്ക് കാറ് തന്നു. ഫ്യൂവൽ ഹോസ് റീപ്ലേസ് ചെയ്തിട്ട് തന്നു. അതിനുശേഷം പെട്രോളിൻ്റെ മണവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയും വച്ച് നശിപ്പിച്ചു. അതിനുശേഷമാണ് ഇവരിത് എനിക്കിത് മാറ്റി തന്നത്. ഓക്കെ, ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് കാർ യാർഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ അന്ന് ഡെലിവറി എടുക്കാൻ പോയപ്പോൾ അതിലും വലിയൊരു സംഭവം. ഞാനൊരു തിരക്കിലാനും പോയത്. പെട്ടെന്ന് വണ്ടി എടുത്ത് പോരാന്നുള്ള ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഷോറൂമിലേക്ക് കൊണ്ടുവരാൻ, ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോരാ, യാർഡിലായിരിക്കുമല്ലോ വണ്ടി ഇടുക. അപ്പോൾ ആയിക്കോട്ടെ സാർ, ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടേക്ക് എത്തി. ഇവിടേക്ക് ഷോറൂമിൽ പോയി വണ്ടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അയ്യോ സാർ, വണ്ടി ഇതേവരെ എത്തിയില്ലല്ലോ, യാർഡിലാണല്ലോ വണ്ടി ഉള്ളത് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി, എന്നാൽ ഞാൻ യാർഡിൽ പോയി വണ്ടി എടുത്തോളാം പറഞ്ഞു. ഞാൻ കാറിലായിരുന്നു പോയത്, ഈ കാറിലായിരുന്നു പോയത്. യാർഡിൽ പോയി നോക്കുമ്പോൾ യാർഡിലും വണ്ടിയില്ല. ഞാൻ പറഞ്ഞു യാർഡിൽ വണ്ടിയില്ല എന്നല്ല പറഞ്ഞു. സാർ ഞാൻ ഒന്നുകൂടി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സംഭവം വണ്ടിയുള്ള ഷോറൂമിലായിരുന്നു. അപ്പം ഇന്ന ആടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പറഞ്ഞു. ഞാൻ നന്നായിട്ട് അവരോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളിട്ട് ഇങ്ങനെ വട്ടം കറക്കാൻ പാടില്ല. അപ്പം അത്ര ദിവസമായി ഞാൻ ഇങ്ങനെ കളിക്കുന്നു വെച്ചു. അങ്ങനെ ആടുന്ന് വണ്ടി എടുത്ത് വന്നു. അതിനുശേഷം വേറൊരു പ്രശ്നം, വൈപ്പറിൽ വെള്ളം പോകുന്നൊരു പ്രശ്നം. വൈപ്പറിൽ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പറിൽ അടിച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല. ഇപ്പോൾ ഫില്ല് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ മറ്റേ വാട്ടർ അടിക്കുമല്ലോ, വാട്ടർ അടിച്ച് കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടാവില്ല. അതായത് അതിൻ്റെ ബോട്ടിൽ എന്തോ പറ്റി, അടിയിലൊരു ബോട്ടിൽ പോലെ ഉണ്ടാകുക, അതിനെന്തോ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു അതെന്തോ ലീക്കാണ്, കാരണം എനിക്ക് അടിയിൽ വെള്ളം സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അതെന്തോ ഭാഗ്യത്തിന് അന്ന് തന്നെ അവർ ചെയ്തു തന്നു. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോകണം, അർജന്റാന്ന്, അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് സാധനം അവരെ കൈമിലില്ല. പക്ഷെ അവർ എവിടെ നിന്നൊക്കെ എന്തോ അറേഞ്ച് ചെയ്ത്, എനിക്കത് ബാംഗ്ലൂർ ആയതുകൊണ്ടായിരിക്കാം, പെട്ടെന്ന് ഒരു സാധനം കിട്ടി. അന്ന് എനിക്ക് വൈകുന്നേരത്തോടുകൂടി അത് മാത്രമുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനം എനിക്ക് പറയാനുള്ളത്. ഇതേ സർവീസ് സെന്റർ വേറെ പണി എനിക്ക് തന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സർവീസിന് കൊടുക്കുന്നു, കാറ് സർവീസിന് കൊടുക്കുന്നു. അപ്പോൾ സർവീസിന് കൊടുക്കുന്നത് ഞാൻ എൻ്റെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് മുൻഭാഗത്ത് നിന്ന് സൗണ്ട് വരുന്നത് കട്ട എന്ന് പറഞ്ഞ് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് പട്ട എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് വരുന്നത് കൂടി വന്നു. ഞാൻ ആദ്യമൊക്കെ ഈ സെയിം ഇഷ്യൂ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ മറ്റേ ടയറിൻ്റെ ഒരു വശം തേയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ ചെറുതായി സൗണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സസ്പെൻഷൻ ഇല്ല, സസ്പെൻഷൻ്റെ ഇഷ്യൂ ഒന്നൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു സ്റ്റിയറിംഗ് സ്റ്റിഫാണ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഒരു ഉള്ളുന്നൊരു കിടുക്കിടുന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, പിന്നെ ഭയങ്കരമായിട്ട് സൗണ്ട് വരികയാണ് മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലോവർ ആം ആയിരുന്നു. ലോവർ ആം അല്ല, ഒരു റോഡുണ്ട്, 2 ഇതായിട്ടില്ല, അതിൻ്റെ കറക്റ്റ് പേരിനാണ് പറ്റുപോയി. 2 റോഡുണ്ട്, 2 സൈഡിലുണ്ടാവും. നമ്മൾ ഈ സസ്പെൻഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പോൾ അതിനെ എനിക്ക് തോന്നുന്നു 1000 സംതിങ്, രണ്ടും കൂടി ഒരു 3000 ആവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. 3000 സംതിങ് ആയിട്ടുണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അതാവുന്നു. അപ്പം ഞാൻ നോക്കി, അപ്പം അത് ക്ലിയർ ആയിട്ട് നമ്മുടെ എക്സ്റ്റൻഡ് വാറണ്ടിയിൽ, അത് ഏകദേശം എൻ്റെ എക്സ്റ്റൻഡ് വാറണ്ടി കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വണ്ടി ഒരു 4 ദിവസത്തിന് ശേഷം എക്സ്റ്റൻഡ് വാറണ്ടി കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി ഞാൻ ഇവിടെ തന്നെ നോക്കും. ഒരു വേണേൽ വണ്ടി എടുത്ത് പോയിക്കോ. അപ്പം ഞാനൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തു. ഇവരിങ്ങനെയാണ് പറയുന്നത്, ഈ സാധനം പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടിയിൽ കവർ ആവില്ല എന്ന് ടാറ്റയുടെ സർവീസ് സെന്റർ എന്നോട് പറഞ്ഞു. പക്ഷേ അവരുടെ വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഈ പാർട്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ലിങ്ക് റോഡ് കറക്റ്റ്, അത് പാർട്ടിന്റെ പേര് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ വാങ്ങിയ സർവീസ് സെന്ററിലേക്ക്, അതായത് വാങ്ങിയ ഡീലർഷിപ്പിലേക്ക് വിളിച്ചു ചോദിച്ചു, അത് കോഴിക്കോടുള്ള ഈ പാർട്ടിന്റെ പേര് പറഞ്ഞിട്ട് ഇത് കവേർഡ് ആണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു കവേർഡ് ആണ് സാർ എന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ ഡാമേജ് ഇല്ലെങ്കിൽ. ഞാൻ അവരോട് പറഞ്ഞു കവേർഡ് ആണ്. ഒരു രീതിയിലും സമ്മതിച്ചില്ല. അവസാനം ഞാൻ ഷോറൂമിൽ പോയി. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ കാരണമുണ്ട്, ഈ സാധനങ്ങൾ ക്ലിയർ ആക്കി തരണം. അപ്പോൾ ഞാൻ അത്രയും പ്രഷറൈസ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം എന്താ പറയുക, സർ സാറിൻ്റെ അവിടുത്തെ സർവീസ് എഞ്ചിനീയറിനോട് പറഞ്ഞ അവൻ പല അപ്പോഴത്തേക്കും ദിവസങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇതിങ്ങനെ ഡിസ്കഷൻ നടക്കുക, കാറിനെ പറ്റിയൊന്നും നടക്കുന്നില്ല. ഞാനത് എസ്കലേറ്റ് ചെയ്തു ടാറ്റയ്ക്ക്. ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് എനിക്ക് മെയിൽ അയച്ചു. ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, നിങ്ങളുടെ ഡീലറുമായിട്ട് ഞങ്ങൾ കൊടുത്ത സർവീസ് സെൻ്ററായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഞാൻ അഡ്വൈസ് ചെയ്തപ്പോൾ ഞാൻ മറ്റ് ആൾക്കാരോട് ചോദിച്ചു, ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോട്, സർവീസ് സെൻ്ററിൽ ഉള്ളതും ഇല്ലാത്തതുമായി ഇതിനെപ്പറ്റി അവബോധമുള്ള ആൾക്കാരോട് ഒരു കാരണവശാലും കാർ സർവീസ് സെൻ്ററിൽ നിന്ന് ഇറക്കരുത്. ഇറക്കിയാൽ അഖിലിൻ്റെ കാര്യം കഴിഞ്ഞു. കാരണം എക്സ്റ്റൻഡ് വാറണ്ടി ഓൾറെഡി കഴിഞ്ഞു. ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ ഞാൻ വണ്ടി ഇറക്കിയില്ല, ഞാൻ അവിടെ തന്നെ വെച്ചു. ഇവരാണെങ്കിൽ ഇതൊട്ട് സോൾവും ചെയ്യുന്നില്ല. ടാറ്റേൻ്റെ കസ്റ്റമർസ് അങ്ങ് മുകളിൽ വരെ എസ്കലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. CSM-ഉം അതിൻ്റെ മുകളിലും വരെ അതിൻ്റെ പിന്നെ ഞാൻ കേരളത്തിലുള്ള ടോട്ടൽ സർവീസ് സെൻറ്റർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കംപ്ലയിൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളെ വിളിച്ചു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അതുപോലെ ബാംഗ്ലൂർ ആ ഒരു അയാളുടെ നമ്പർ തന്നു, അതായത് അത് ആ ബാംഗ്ലൂർ ലൊക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അയാളെ വിളിച്ചു. അയാൾ എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, പോട്ടെ. ബാക്കിയുള്ള രീതിയിൽ ഞാൻ ഇമെയിൽ അയച്ച് എസ്കലേറ്റ് ചെയ്യേണ്ടത് പല രീതിയിൽ എസ്കലേറ്റ് ചെയ്തു. പലരും അതിനകത്ത് റിപ്ലൈ ചെയ്തു, ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നാട്ടിലേക്ക് വരേണ്ട ഒരു അർജന്റ് ആവശ്യം ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അതെനിക്ക് കാറില്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് അവസാനം എന്തൊക്കെയോ ബസ് വലിയ പൈസക്ക് ബുക്ക് ചെയ്ത് വരേണ്ട അവസ്ഥ വന്ന്. പോട്ടെ, അതിനെ പറ്റിയുണ്ടായ ബുദ്ധിമുട്ടുകൾ വേറെ, അതൊക്കെ കണക്കാണ്. എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും തീരുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഞാൻ ഇവരോട് ഒരുപാട് സംസാരിച്ചു, അതാക്കി ഇതാക്കി. ഇവർ പറഞ്ഞു അടിയിൽ ലോവർ ആം ഉണ്ടല്ലോ, ലോവർ ആമിന് ഒരു അടി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്തോ വന്ന് അടിച്ചതാണ്, അതുകൊണ്ടാണ് ഈ 2 ലിങ്ക് റോഡും പോയതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് അടി എന്ന് വെച്ചാൽ പറഞ്ഞു ഒരു വലിയൊരു ഹിറ്റിന്റെ ഒരു ഇതുണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞു എനിക്ക് സംഭവം മനസ്സിലായി. കാരണം അന്നത്തെ ദിവസം ഞാൻ വണ്ടി സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം കർണാടകയിലെ റോഡിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഏതോ ഒരു വൃത്തികെട്ടവൻ റോഡിന്റെ മുകളിൽ വേസ്റ്റ് കോൺക്രീറ്റ് റോഡിന്റെ മുകളിൽ ഇങ്ങനെ തട്ടിയിട്ട് പോകും. അപ്പൊ അത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയല്ലേ ഒരു മല പോലെ, അത് മുമ്പ് ഇങ്ങനെ അപ്രോച്ച്, അതിന്റെ പുറകിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇങ്ങനെയാണെന്ന് തോന്നുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കില്ല എന്ത് ഇവിടെ ഇങ്ങനെ വലിയൊരു ചെങ്കുത്തായ സംഭവമാണെന്നുള്ളത്. ഞാൻ അന്നേരം വളരെ മെല്ലെ തന്നെയായിരുന്നു വണ്ടി. ഞാൻ വരുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് അതിന്റെ മുകളിൽ കൂടെ ഇറങ്ങിയപ്പോൾ ഒരു SUV-യുടെ അടി, അതായത് ലോവർ ആം ഹിറ്റായി ആ സംഭവത്തിന്, ആ ഒരു ഇതിന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ പറയുന്നത് എന്താണെന്നുള്ളത്. ഞാൻ സർവീസ് സെന്ററിലേക്ക് അറിയാം. അത് ഓൾറെഡി മൾട്ടിപ്പിൾ വിസിറ്റ് ഞാൻ കഴിഞ്ഞു കേട്ടോ സർവീസ് സെന്ററിലേക്ക് ഇൻ പേഴ്സൺ. അതായത് ഞാനിങ്ങനെ പോവുക, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്താ പ്രശ്നം എന്ന്. ഇവർ വിളിക്കും, സാർ എന്താ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിപ്പിക്കുക, ഇഷ്യൂ സോൾവ് ആവില്ല, സ്റ്റിയറിംഗിന്റെ സ്റ്റിഫ്നെസ് ഉണ്ട് എന്ന് പറയാ. ഇവരൊന്നും ചെയ്യുന്നില്ല. അവസാനം എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായി ഇവർക്ക്. അങ്ങനെ ഇവർ വണ്ടി പൊക്കിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു. നിങ്ങൾ പറയുന്ന ഹിറ്റ് എന്ന് പറയുന്ന സാധനം ഇതല്ലേ എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അവർ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. ഇതുകൊണ്ടല്ലേ നിങ്ങൾ സാർ വാറണ്ടി ഡിനൈ ചെയ്യുന്നത്? അതെ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങ് തോണ്ടിയിട്ട് പറഞ്ഞു ഇത് കൊണ്ടുവന്ന സമയത്ത് പറ്റിയതാ. ഇപ്പോഴും നിങ്ങൾ ഇത്രയും പൊക്കിയിട്ട് ഇതാക്കിയിട്ടും അതിന്റെ മുകളിലുള്ള സിമെന്റിന്റെ പൊടി പോയിട്ടില്ല. അതിന്റെ അർത്ഥം ഇത് ഈ അടുത്ത് പറ്റിയെന്നുള്ള. അതുപോലെ നിങ്ങൾ സർവീസ് ഹിസ്റ്ററി എടുത്തു നോക്കുക. ഞാൻ എത്ര തവണ ഈ നോയ്സിന്റെയും അതുപോലെ തന്നെ ടയർ ഉള്ളിലേക്ക് തേയുന്നതിന്റെ ഒക്കെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഹിറ്റ് കിട്ടിയിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് പൊടി അവിടെ ഇരിക്കുകയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചാൽ അവരെ ഉത്തരം മുട്ടിച്ചു. അവർ പറഞ്ഞു സാർ പറഞ്ഞു ശരിയാണ്, ഞങ്ങൾ നോക്കട്ടെ ടാറ്റയോട് എന്ന് പറഞ്ഞു. ടാറ്റ കംപ്ലീറ്റ്ലി ഈ കാര്യം പറഞ്ഞിട്ട് കമ്പനി ഡിനൈ ചെയ്തു. അതിനുശേഷം വേറൊരു ദിവസം ഈ സർവീസ് എഞ്ചിനീയറിനെ വിളിച്ച് സാർ കംപ്ലൈന്റ് ഒന്ന് വന്ന് നോക്കുമെന്നാണ്. ഞാൻ പറഞ്ഞു സഹോദര ശരിയാണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല, എൻ്റെ സമയം വിടക്കെടുത്ത് എനിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഞാൻ പറഞ്ഞു ഒരു സാധനവും ക്ലിയർ ആയിട്ടില്ല, എനിക്ക് സംഭവം ക്ലിയർ ആവണമെന്നാണ്. അങ്ങനെ ഇവര് എന്നോട് എന്നെ വിളിച്ച് എന്നോടാണ് കുറച്ച് മാറ്റി നിർത്തി. എന്നോട് പറഞ്ഞു സാറിൻ്റെ കാറിന് ചില ഇഷ്യൂസ് ഷോക്ക് അബ്സോർബറിനുണ്ട്, അതുപോലെ ലിങ്ക് റോഡിന്റെ ഇഷ്യൂസ് ഉണ്ട്, അത് ഞങ്ങൾ റീപ്ലേസ് ചെയ്യാം, പക്ഷെ അത് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ സാറിന്റെ സ്റ്റിയറിംഗിന്റെ റാക്ക് ആൻഡ് പിന്നിന് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പല ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്തു. ഇത് സാറിന് എക്സ്റ്റൻഡ് വാറന്റിയിൽ മാറ്റി കിട്ടും, എന്നാൽ അതിന് എൻ്റെ സർവീസ് സെന്ററിൽ നിന്ന് ആൾക്കാർ സമ്മതിക്കില്ല. കാരണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രൂവൽ വേണം, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വേണം, ഇതൊക്കെ ഇവർക്ക് ഒരു പണിയാണ്. അതുകൊണ്ട് ഇവർ ഇത് ചെയ്യല. ഓക്കെ, മാക്സിമം കസ്റ്റമറെ തലക്കിട്ട് രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. കാരണം പല സംഭവങ്ങൾ വരും. ആടെ ഞാൻ കണ്ടി ഒരു ടാറ്റ ഹാരിയർ കിടക്കുന്നത്, അത് ഓൻ 75,000 കിലോമീറ്ററോ എന്തോ ഓടിച്ച് അതിന്റെ എനിക്കൊന്ന് വാറന്റി ഒക്കെ കഴിഞ്ഞാൽ, പക്ഷെ അവന്റെ ഫ്യൂവൽ പമ്പ് അങ്ങ് പോയി. അത് കാരണം അതിന് എന്തോ 1,00,000 റുപ്യേന്റെ മുകളിൽ, അത് മാത്രമല്ല 1,00,000 റുപ്യേന്റെ മുകളിൽ പണി കിടക്കുക. എക്സ്റ്റൻഡ് വാറന്റി കഴിഞ്ഞ കാരണം അവന് 5 പൈസ കിട്ടൂല, ഒരു സാധനം കിട്ടൂല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു പറഞ്ഞു ആടെ 2 മലയാളികളായിട്ടുള്ള ടെക്നീഷ്യൻ അവർ പറഞ്ഞു പല ആൾക്കാർക്കും ഇങ്ങനത്തെ പ്രശ്നം കിട്ടുന്നുണ്ട് ഹാരിയറിലൊക്കെ. അതും എക്സ്റ്റൻഡ് വാറന്റി കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയ ആൾക്കാർക്ക് നല്ല പണിയാണ് കിട്ടുക, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പോകും. ഞാൻ ഇന്റർനെറ്റിൽ ഉപയോഗിക്കും, പലർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ട് ഹാരിയറിനെ പറ്റിയൊക്കെ, മറ്റേ ഫ്യൂവൽ പമ്പിന്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇവരോട് ഫൈറ്റ് ചെയ്തു ഒക്കെ ഇതാക്കി. ഞാൻ വേറൊരു വണ്ടി കയറി, നെക്സോണിൽ തന്നെ കയറി. ഞാൻ അവനോട് പറഞ്ഞു ഇനി ഇതൊന്ന് ഓടിച്ചു നോക്ക്, ഇതുപോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു സാർ അത് ഇത് ആയില്ലേ മറ്റേ വർഷം. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കാലം കഴിയുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആകുകയാണോ ചെയ്യേണ്ടത്, ഇന്നല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നാളെ വേറെ ഇഷ്യൂ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഒരു നോയ്സ് വീണില്ല, ഇന്റെ കാർ ഇരിക്കുന്ന സമയത്ത് നോയ്സ് ഉണ്ടല്ലോ സ്റ്റിയറിംഗ്. അപ്പൊ അവസാനം പറഞ്ഞ് ഇവന്മാര് ഈ സംഭവം ഇഷ്യൂ ടാറ്റയ്ക്ക് തന്നെ അയച്ചു. അവിടെ അവർക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം
ഞാൻ വളരെ ഡോക്യുമെന്റഡ് ആയിരുന്നു. ഞാൻ ഇവരായിട്ടുള്ള കോൾ റെക്കോർഡ് ചെയ്തു. അതുപോലെ തന്നെ ഇമെയിലിൽ കൂടി ആയിരിക്കും, ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇമെയിലിൽ കൂടി ആക്കി. അതുകൊണ്ട് ഇവർക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ശരിയാക്കി തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൺസ്യൂമർ കോർട്ടിലേക്ക് ഇത് കേസ് ഫയൽ ചെയ്യുന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞു. അതോടുകൂടിയാണ് ഇവർ ഈ താഴെയുള്ള സ്റ്റിയറിംഗ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ട് റാക്ക് ആൻഡ് പിനിയൻ മാറ്റി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15K, എനിക്ക് കറക്റ്റ് അറിയില്ല, ഏകദേശം അത്രയും ടോട്ടൽ എമൗണ്ട് ഒരു ലിങ്ക് റോഡ് എല്ലാം കൂടെ 20,000 അടുത്ത് വരുന്ന ഒരു കണ്ടീഷനാണ്. അത് എനിക്ക് മാറ്റി കിട്ടി. ലിങ്ക് റോഡിന് സ്റ്റിൽ ഞാൻ പൈസ കൊടുക്കേണ്ടി വന്നു. അവർ എക്സ്റ്റൻഡ് വാറണ്ടിയിൽ അത് കവർ ചെയ്തില്ല, ഒരു മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ലെങ്തി വീഡിയോ, വളരെയധികം ലെങ്ത് വന്നൊരു വീഡിയോ ആണത്. നിങ്ങൾക്കറിയാം, ഞാൻ തന്നെ ഇതൊക്കെ വളരെ ചുരുക്കം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു ഇനി ഇത് ഇങ്ങനെ നീണ്ടു പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന രീതിയിലുള്ള സർവീസ് സെന്ററുകളാണ് ടാറ്റ ചെയ്യുന്നത്. ടാറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടെ സർവീസ് സെന്റർ ശൃംഖല, ഞാനൊന്ന് പ്രാവശ്യം ഡൽഹിയിൽ ട്രിപ്പ് പോയപ്പോൾ അവരോടും ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് ഇതിന്റെ സാർ. അന്നും അവരുടെ വണ്ടി ഒരു ടാറ്റ നെക്സോൺ. അപ്പം ഞാനൊരു കൗതുകം മാറുന്നിട്ട് ഞാൻ അവരുടെ വണ്ടിയിൽ കുറച്ച് സമയം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. പക്ഷേ യാത്ര പോയ സമയത്ത് നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ദിവസം ഡൽഹിക്ക് പോകേണ്ട ഒരു കണ്ടീഷൻ വന്നുകൊണ്ട് അവർ കാറിലായിരുന്നു. സോ ഞാൻ അവരുടെ കൂടെ കാറിൽ യാത്ര ചെയ്തു. അപ്പോൾ ഫ്രം ഉത്തരാഖണ്ഡ് മുതൽ ഡൽഹി വരെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ അവസ്ഥ, നീ കാർ എടുത്തതിന് ശേഷം എങ്ങനെയുണ്ട് അവരുടെ സർവീസ്. അപ്പോൾ അവിടെയും സർവീസിന്റെ കാര്യം പറ്റാപതമാണ്. ഒരു ദിവസം റോഡ് സൈഡിൽ വണ്ടി കഴുകിക്കൊണ്ടിരുന്ന ഒരു സഫാരിക്കാരൻ, ഏതോ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എങ്ങനെയുണ്ട്, നിങ്ങൾ എവിടെയാണ് സർവീസിന് കൊടുക്കുന്നത്, സർവീസ് ഓക്കെ ആണോ? അയാളും പറഞ്ഞു സർവീസ് ഓക്കെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ മോശമാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന കാർ ആയിരിക്കില്ല നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാറിന് ഇഷ്യൂസ് വരാം. അത് സോൾവ് ചെയ്യുന്നതിലാണ് കാര്യങ്ങളുള്ളത്. എന്നാൽ ടാറ്റയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇഷ്യൂ സോൾവ് ചെയ്ത് കിട്ടാൻ വളരെ വളരെ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാറിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിട്ടിട്ട് എണ്ണ വരപ്പിക്കും. ഇന്ന സർവീസ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ കേരളത്തിലും പറ്റാത്ത സർവീസ് സെന്ററുകൾ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഇഷ്യൂകൾ. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ കോഴിക്കോട് ചില 1-2 സർവീസ് സെന്ററുകൾ ക്ലിയർ ആക്കി തരാറുണ്ട്. അതും സമയമെടുത്തിട്ടാണെങ്കിലും പലതിനും അവർക്ക് ആൻസേഴ്സ് ഇല്ല. ഞാൻ പറഞ്ഞില്ല, റാറ്റ്ലിംഗ് നോയ്സ് സ്റ്റിൽ നോ ആൻസർ. പാലക്കാടുള്ള ഒരു സർവീസ് സെന്ററിലും ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവർ എന്തൊക്കെയോ എടുത്ത് 2-3 തവണ എന്നെ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ നോക്കിയിട്ടും ഈ സാധനം ഒന്നുമില്ല, റെഡി ആയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ കാറിൽ സോൾവ് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഫസ്റ്റ് സർവീസിൽ ഐഡന്റിഫൈ ചെയ്ത ഇഷ്യൂ ഇതുവരെ ക്ലിയർ ആവാതെ കിടക്കുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങൾക്കും കാറ് പല ദിവസങ്ങളോളം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ മറ്റേ ആ ഒരു സർവീസ് സെന്റർ ആയിട്ട്, അത് ബാംഗ്ലൂരിലെ സർവീസ് സെന്റർ. ഞാൻ സർവീസ് എക്സ്റ്റൻഡ് വാറണ്ടിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാതിരുന്നത്. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവർ വേറൊരു കാര്യം പറഞ്ഞു. അതായത് 25 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കാറ് കിട്ടുന്നത് കേട്ടോ. അത് വേറൊരു സംഭവം. കാറ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പൊടി, ഗ്ലാസ് ഒക്കെ താത്തിട്ടിട്ട് മൊത്തം ഇലയും മരത്തിന്റെ ഇലയും സീറ്റിലും ഡാഷ്ബോർഡ്, ഞാൻ അത്രയും വൃത്തിയായി കൊണ്ടിടക്കുന്ന കാറാണ്. തുടച്ച് ക്ലീൻ ആയി കൊണ്ടിടക്കുന്ന കാറ് വളരെ നാശോന്മുഖമായിട്ട് ഫുള്ള് എന്താ പറയാ, ഇവിടെയൊക്കെ ഈ കാറിന്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഗ്ലാസ് കാത്തിട്ട് പക്ഷി കാഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ മൊത്തം പൊടി, കാർ ഒരു പുക. എന്താ പറയാ, ഇതിൻ്റെ ഉള്ളിൽ പല ജീവികളും ചിലപ്പോൾ കയറി പലതും ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്രയും പൊടി, സീറ്റൊക്കെ ഇങ്ങനെ അടിച്ചങ്ങനെ പൊട്ടി മയാനോ അതുപോലെയാനോ. അതായത് ഒന്ന് ഗ്ലാസ് കയറ്റിടാനുള്ള ഒരു മാന്യത പോലും കാണിച്ചില്ല ടാറ്റ സർവീസിന്. ഞാൻ അവരോട് പറഞ്ഞ സമയത്ത് ഇന്റീരിയർ ക്ലീൻ ചെയ്യുന്ന ഒരു കുന്തം ചെയ്യാതെ അത് ക്യാഷ് തന്നാൽ ചെയ്യാം എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. എന്തെങ്കിലും ആവട്ടെ, 25 ദിവസം കാറ് പിടിച്ചിട്ടിട്ട് കാറ് തരാൻ ദിവസം ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാറിന്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞു അവരോട് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് തരണം എന്നാണ്. അപ്പോൾ 27ാമത്തെ ദിവസം ഓക്കെ എന്ന് പറഞ്ഞ് 26ാം ദിവസം കാർ അവിടെ തന്നെ വെച്ച ആൾക്കാർ 27ാം ദിവസം പറഞ്ഞ് പൈസ തന്നാൽ ചെയ്തുതരാം എന്നാന്ന് പറഞ്ഞു. ഞാൻ കാർ എടുത്തങ്ങ് പോന്നു. ഇനി കൂടുതൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് മനസ്സിലായി. അപ്പൊ അത്രയും ഭീകരാവസ്ഥ ഉള്ള ഒരു സംഭവമാണ്. 6 വർഷത്തെ സംഭവബഹുലമായ ഒരു കാലമായിരുന്നു കടന്നുപോയത്. ടാറ്റ എന്ന് പറയുന്ന ഒരു കാർ ടെക്നിക്കലി നന്നായിട്ടുണ്ട്, ബിൽഡ് ക്വാളിറ്റി ഓക്കെ ആയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ടാറ്റ കാർ എടുക്കുന്നതിനേക്കാൾ നല്ലത് ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരുപാട് കാറുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ടാറ്റയോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ ടാറ്റയേക്കാൾ ഫീച്ചേഴ്സ് ഉള്ള പല കാറുകളും. ഹ്യുണ്ടായി അവരുടെ ബിൽഡ് ക്വാളിറ്റി മാറ്റി, മാരുതി സുസുക്കി അവരുടെ ബിൽഡ് ക്വാളിറ്റി നന്നാക്കി, പുതിയ ഡിസയർ ഒക്കെ നിങ്ങൾക്കറിയാലോ. നമുക്ക് പിന്നെ റിയൽ ലൈഫ് ക്രാഷ് ടെസ്റ്റ്, അതായത് റിയൽ ലൈഫ് ആക്സിഡൻസിന്റെ ഫോട്ടോസൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. സോ എവറിബഡി, എല്ലാവരും നല്ല രീതിയിൽ അവരുടെ കാറുകൾ ഇറക്കി തുടങ്ങി. ഇപ്പൊ ടാറ്റയ്ക്ക് അധികം എന്താ പറയാ, ഒരു അപ്രമാദിത്വം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രമാദിത്വപ്പെടാൻ കാര്യമില്ല. കാരണം ബിൽഡ് ക്വാളിറ്റിക്ക് ടാറ്റയുടെ
കാറുകളിൽ കിട്ടുന്ന പല കാര്യങ്ങളും മറ്റുള്ള കമ്പനികളിൽ കിട്ടിത്തുടങ്ങി. സോ എൻ്റെ അഭിപ്രായത്തിൽ പുതിയൊരു കാർ എടുക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ പുതിയൊരു കാർ എടുക്കുക ഒരു കാരണവശാലും ടാറ്റയുടെ കാർ ഞാൻ എടുക്കില്ല. കാരണം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളിൽ കൂടെയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ടാറ്റയുടെ എക്സ്പീരിയൻസ് വളരെ വളരെ മോശമായിട്ടുള്ള സർവീസ് സെൻ്ററുകളാണ്. അതുപോലെ തന്നെ ടാറ്റ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് കമ്പനിയാണോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അവരുടെ സർവീസ് സെൻ്ററിനെ പറ്റിയോ അവർക്കുള്ള ഫ്ലോസോ അവരൊരു കാരണവശാലും ഇപ്പോൾ 6 വർഷം മുന്നേയും ഇപ്പോഴും വേഴ്സായി, കൂടുതൽ മോശമായി എന്നല്ലാതെ ഒരു സംഭവം നടന്നിട്ടില്ല. ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞ് നിങ്ങളെ കാര്യം പോക്കാ. കാരണം ഒരു സർവീസ് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അലൈൻമെന്റ് വരെ തെറ്റിക്കിടന്നിട്ടുണ്ടായിരുന്നു കാറിന്റെ. 100ന്റെ മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്രസ് വേന്റെ മുകളിലൊക്കെ 100ന്റെ മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർ ഇങ്ങനെ കടന്ന് പറഞ്ഞ് വിറയ്ക്കാനും. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയ അലൈൻമെന്റ് എല്ലാ സർവീസിനും പല സർവീസിനും മേജർ സർവീസിനും ഇവർ അലൈൻമെന്റ് ചെക്ക് ചെയ്യുന്ന, അതിന് പൈസയും വാങ്ങുന്നുണ്ട്. അപ്പോൾ അലൈൻമെന്റ് ഒന്നും ഇവർ നോക്കുന്നില്ല, ചുമ്മാ പൈസ അടിച്ച് വിട്ടേക്കുക. അല്ലെങ്കിൽ അലൈൻമെന്റ് നോക്കാൻ അറിയുന്ന ആൾക്കാർ ടാറ്റയുടെ സർവീസ് സെന്ററുകളിൽ പല സർവീസ് സെന്ററുകളിൽ ഇല്ല എന്ന് വേണം കരുതാൻ. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ കാർ മാരുതിയുടെയാണ്, വളരെ പഴയ കാറാണ്. ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ ഈ കാറിനുണ്ടായിരുന്നു. അത് അവർ ക്ലിയർ ആയിട്ട് മാരുതിൻ്റെ സർവീസ് സെന്ററിൽ പോകുന്ന അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു തവണ സർവീസ് ചെയ്തു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ബാക്കിലുള്ള മഡ് ഫ്ലാപ്പ് ലേശം വിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ബോഡിയിൽ നിന്ന്. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അത് കിട്ടിയ സമയത്ത് അതുവരെ അവർ ക്ലിയർ ചെയ്ത് വെച്ചിട്ടാണ് കാർ എനിക്ക് ഡെലിവറി ചെയ്തത്. അപ്പോൾ മാരുതിയുടെ സർവീസ് ക്വാളിറ്റിയെ പറ്റി, മാരുതി മാത്രമല്ല മറ്റു പല കാറുകളുടെ സർവീസ് ക്വാളിറ്റിയെ പറ്റി പറയാതെ വയ്യ. പലർക്കും പ്രശ്നങ്ങളുണ്ടാവും, എന്നാൽ ടാറ്റയുടെ അത്ര നെഗ്ലിജൻസ് കാണിക്കുന്ന ഒരു ബ്രാൻഡ് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എൻ്റെ 6 വർഷത്തെ എക്സ്പീരിയൻസ്. സോ ആരൊക്കെയാണോ ടാറ്റ കാറുകൾ എടുക്കാൻ ഇനി പ്ലാൻ ചെയ്യുന്നത്, ഇത് പൂർണ്ണമായും കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിനും അതുപോലെ തന്നെ ഒരു ടെൻഷൻ വറി ഡ്രൈവിനും വേണ്ടി ഒരു പക്ഷേ നിങ്ങൾ ടാറ്റയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്നും പറയാനില്ല, കാരണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, ഒന്നും ഫാബ്രിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടിയോ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വലിയൊരു വീഡിയോയിലൂടെ, ഞാൻ ഇത്രയും വലിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോയിൽ പറഞ്ഞത്. കാരണം അത് പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ആരും ഇപ്പോൾ അത് കാണുന്നവർക്ക് 10 ആൾക്കാരായിക്കോട്ടെ 5 ആൾക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, ആ 5 പേർക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ടാറ്റ കാർ എടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളൊക്കെ ഈ ഒരു സംഭവം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. എക്സ്പെക്ട് ചെയ്യാതെ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഒരു സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയായിരുന്നു ഈ വീഡിയോ. സോ ബൈ, ഗുഡ് ബൈ.